ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ജനങ്ങൾ ആശ്രയിക്കുന്ന കിണറുകൾ നവീകരിച്ച് തുറന്നു നൽകുകയാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ നവീകരിച്ച കിണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വേനൽ വന്നതോടെ കുടിവെള്ളത്തിനും മറ്റും ഉപയോഗിക്കാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന കിണറുകൾ നവീകരിച്ച് ജനങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് തെക്കേ കട്ടിയിൽ റോഡിൽ പുതുതായി നവീകരിച്ച പഞ്ചായത്ത് കിണറിന്റെ ഉദ്ഘാടനം വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ കട്ടി റോഡിലുള്ള പൊതുകിണർ 4.5 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് നവീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ പൊതുകിണറുകളെല്ലാം സംരക്ഷിക്കുന്ന നടപടിയാണ് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചിൻപാലത്തിന് സമീപമുള്ള കിണറും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന് സമീപമുള്ള കിണർ, ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ള കിണർ, ചുങ്ക സെൻറ്ററിലെ കിണർ, മാർക്കറ്റിനകത്തെ കിണറെല്ലാം നവീകരിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 13-ാം വാർഡിൽ ഈ കട്ടിയിലുള്ള ഈ കിണർ, വെള്ളം വറ്റാത്ത നല്ല കിണർ മനോഹരമായി 4 ലക്ഷം രൂപ ചെലവിതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നവീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ചെയ്ത ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കിണർ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു ആത്മബന്ധമുള്ള കിണറാണ്. ഒരുപാട് കാലം ഈ വെള്ളം ഞാനും കുടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കിണർ ഇത്തരത്തിൽ നന്നാക്കിയതിന് ഏറ്റവും വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനം ജനങ്ങളുടെ ആവശ്യം കുടിവെള്ളമാണ്. ആ കുടിവെള്ളം ഇത്തരത്തിൽ നവീകരിച്ച് ഇവർക്ക് ഇന്ന് നമ്മൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ BM റഷീദ്, സുലൈമാൻ പടപ്പ്, അജിത രവികുമാർ, AEPR പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. 13-ാം വാർഡ് മെമ്പർ താജുനിസ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നന്ദിയും പറഞ്ഞു. CCV ന്യൂസ്, ചേലക്കര.